പ്രിൻസിപ്പിൾസ് ഓഫ് ബഡ്ജറ്റിംഗ്. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ബഡ്ജറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബഡ്ജറ്റ് ഏതൊരു ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെ ഏപ്രിൽ തുടങ്ങി മാർച്ച് അവസാനം വരെയുള്ള നാളുകളിലാണ് ബഡ്ജറ്റിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബഡ്ജറ്റ് അസംബ്ലിയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അതിന് മുമ്പ് തുടങ്ങിയിട്ടുള്ള കുറേ ഇയർ ലോങ് പ്രോസസ് ആയിട്ടുള്ള കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഇയർ ലോങ് പ്രോസസ്സിൽ നമ്മൾ എടുക്കുന്ന ഡാറ്റാസ് ഉണ്ട്. ആ ഡാറ്റാസ് ഒക്കെ വളരെ ആക്യുറേറ്റ് ആയിരിക്കും, വളരെ പ്രിസൈസ് ആയിരിക്കും. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ യാതൊരു തരത്തിലുള്ള മിസ്ഇൻ്റർപ്രിട്ടേഷൻസോ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ മിസ്കൺസെപ്ഷൻസോ ഒന്നും നമ്മൾ അതിനകത്ത് പറയുന്നില്ല. കൃത്യമായ വിവരങ്ങളിലൂടെ ഇക്കോണമിയുടെ കൃത്യമായിട്ടുള്ളൊരു ധാരണ ആ ബജറ്റിൽ ഉണ്ടായിരിക്കും. എന്നിട്ട് ആവശ്യം വേണ്ട കാര്യങ്ങൾ പ്രയോറിറ്റീസ് അനുസരിച്ച് ബജറ്റിലെ പദ്ധതികൾക്കനുസരിച്ച് റവന്യൂ ആ എക്സ്പെൻഡിച്ചറിന് വേണ്ടി വരുന്ന അതിൽ കൊടുത്ത് അത് പൂർത്തീകരിച്ചെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ തന്നെ റവന്യൂ കളക്ഷനെ കുറിച്ചും കൃത്യമായിട്ട് ബജറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. വിച്ച് ടൈപ്പ് ഓഫ് ടാക്സേഷൻസ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ്, അല്ലെങ്കിൽ ടാക്സ് റിവിഷൻസ് വേണോ, ഏത് ടാക്സുകളാണ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ടാക്സിന്റെ കളക്ഷൻസിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്, ഇക്കോണമിക്ക് ഗ്രോത്ത് എങ്ങനെ കൊണ്ടുവരണം, ഇക്കോണമിക്ക് സ്റ്റെബിലിറ്റി എങ്ങനെ കൊണ്ടുവരണം നോക്കണം. അപ്പോൾ അതിനുള്ള പ്രിൻസിപ്പിൾസും കൂടിയാണ് ഇപ്പം നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ പ്രിൻസിപ്പിൾ ആനുവലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. ആനുവാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നമ്മൾ വെച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ഇയറിലേക്കാണ് ഐഡിയൽ പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ആണ്. കൺസിഡർ ചെയ്യുന്ന ഐഡിയൽ പീരീഡ് ഈസ് 1 ഇയർ ആണ്. അപ്പോൾ ഒരു ഒപ്റ്റിമം പീരീഡ് ആയിട്ടും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. കാരണം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ഇയർ എടുത്ത് ഏപ്രിൽ ടു മാർച്ച് വരെയുള്ള ഇയറിനകത്ത് പദ്ധതികൾ വിഭാവനം ചെയ്യുകയും പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന രീതിയാണ് ബജറ്റിൽ അവലംബിച്ചു പോരുന്നത്. അത് വളരെ ഫിനാൻഷ്യൽ അതോറിറ്റിക്ക് അതിനെ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയർ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ അതോറിറ്റിക്ക് അതിൻ്റെ എക്സിക്യൂഷനൊക്കെ ഈസിയർ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ബജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതും ആ രീതിയിലാണ് ബജറ്റിന്റെ വന്നിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ പക്കാ ഒരു നല്ലൊരു എക്സിക്യൂഷൻസ് വരും, വേസ്റ്റേജ് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ആനുവാലിറ്റി ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ബജറ്റ് പ്രിപ്പറേഷൻ. ആൻഡ് ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഈസ് റൂൾ ഓഫ് ലാബ്സ്. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് 1 ഇയർ ആണ് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത് 1 ഇയറിനകത്ത് നടക്കണം. അപ്പോൾ 1 ഇയറിനകത്ത് ഈ പദ്ധതി നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പദ്ധതി നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ലാബ്സ് ആയിട്ട് പോകും. ഓക്കെ, അതാണ് റൂൾ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റും, ഈ ഗവൺമെന്റ് അടുത്ത ബജറ്റിൽ ഇത് പ്രസന്റ് ചെയ്യണം, റീസാങ്ഷൻ ചെയ്യണം, എങ്കിൽ നമുക്കത് എടുക്കാം. അതർവൈസ് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ റൂൾ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത് ഇതാണ്. എന്തെങ്കിലും ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് തുക വകയിരുത്തുകയും ആ തുക നമ്മൾ എടുക്കാതെ ആ ഇയറിൽ എടുക്കാതെ നമ്മൾ അത് ലാപ്സാക്കി പോകുന്ന രീതി നമ്മൾ പറഞ്ഞു. പദ്ധതിക്ക് അനുവദിച്ച വിഹിതം ഉപയോഗിച്ച പദ്ധതി നടപ്പിലാക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഇനി ഉപയോഗിക്കാനായിട്ട് പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഗവൺമെന്റ് അടുത്തൊരു ബജറ്റിൽ ഇത് റീസാങ്ഷൻ ചെയ്യണം. അതർവൈസ് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇറ്റ്സ് എ പ്രിൻസിപ്പിൾ ഈസ് റൂൾ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. ദ തേർഡ് പ്രിൻസിപ്പിൾ ഈസ് ഫിസ്ക്കൽ ഡിസിപ്ലിൻ. ഫിസ്ക്കൽ ഡിസിപ്ലിൻ നമ്മൾ പറഞ്ഞു ഒരു ഡിസിപ്ലിൻ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഹെൽപ്സ് ടു എലിമിനേറ്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആൻഡ് ഓഫ്സെറ്റ് ഫിസ്ക്കൽ സർപ്ലസ്. അപ്പോൾ ഇൻകം എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഒരു ബാലൻസിങ്, ഇൻകം എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ഫങ്ഷനിങ് ഉണ്ട്. അത് നടപ്പിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫിസ്ക്കൽ ഡിസിപ്ലിനിൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ബജറ്റ് ഷുഡ് ബി കോംപ്രഹെൻസീവ് ആൻഡ് ഇൻക്ലൂസീവ് ഓഫ് ഡവേഴ്സ് ബജറ്റ് എസ്റ്റിമേറ്റ്സ്. ഇപ്പോൾ ഈ ബജറ്റിൽ ഇവിടെ പറഞ്ഞു ഇൻക്ലൂസീവ് ബജറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഗവൺമെന്റ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ, ഓൾ ടൈപ്പ് ഓഫ് ഗവൺമെന്റ് റവന്യൂസ് ആൻഡ് എക്സ്പെൻഡിച്ചർ അതാണ് ഇവിടെ പറയുന്നത്. അക്യുറസി നമ്മൾ പറഞ്ഞു ബജറ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ അൺബയസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊണ്ടുവരാതെ, അൺബയസ്ഡ്നെസ് ഇല്ലാതെ റിയൽ ആൻഡ് ക്രെഡിബിൾ ഇൻപുട്ട് ഡാറ്റ ആയിരിക്കും ബജറ്റിനകത്ത് ഉപയോഗിക്കുക. അത് അക്യുറേറ്റ് ആയിരിക്കും, അത് പ്രിസൈസ് ആയിരിക്കും. ഓക്കെ, അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബയസ്ഡ് ഡാറ്റ ആയിരിക്കും. അക്യുറേറ്റ് ഡാറ്റ ഈസ് പ്രസന്റഡ് ഓൺ ദ ബേസ് ഓഫ് അൺബയസ്ഡ് ഇൻഫോർമേഷൻസ്, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും. അപ്പോൾ പ്രഡിക്ഷൻസ് ഓഫ് ദ എമൗണ്ട് ഓഫ് മണി ടു ബി ജനറേറ്റഡ് ഇൻ ദ ഫോർത്ത് കമ്മിങ് ഇയർ ആൻഡ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതൊക്കെ നമ്മൾ കൃത്യമായി പറയുന്നു. അത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റയാണ് അവിടെ പ്രസന്റ് ചെയ്യുക. ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ പ്രസന്റ് ചെയ്തിട്ട് കൊണ്ട് ഒരു പ്രോജക്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ്
വില്ലിങ്നെസ് കാണിക്കുമ്പോൾ അതിനകത്ത് കറക്റ്റായിട്ടുള്ള അതിനാവശ്യമായിട്ടുള്ള തുക വിലയിരുത്തും. 1 കോടി വേണ്ട പ്രോജക്റ്റിന് 10 ലക്ഷം മാത്രമേ ഉള്ളൂ എങ്കിൽ ഒന്നും നടപ്പിലാക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു പദ്ധതിക്ക് പണം കൊടുത്തു എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫണ്ട് ലാപ്സ് ആവുക അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. അല്ലെങ്കിൽ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ തുടങ്ങി വയ്ക്കാം. മറ്റൊരു പദ്ധതിയിൽ അല്ലെങ്കിൽ മറ്റൊരു ബജറ്റിനകത്ത് അത് പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള തുക വകയിരുത്തിയില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. അല്ലെ, ചില യൂണിവേഴ്സിറ്റീസ് ഒക്കെ അനുവദിക്കുമ്പോൾ ആദ്യത്തെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് പറയും. പിന്നെ അടുത്ത പദ്ധതികളിൽ ആ പദ്ധതി അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അടുത്ത ബജറ്റിനകത്ത് അതിന് വേണ്ടിയിട്ടുള്ള വിഹിതങ്ങൾ വകയിരുത്തും. ഓക്കെ. ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഗവൺമെൻറ് പ്രസൻറ്റ് ചെയ്യുന്ന ഡാറ്റകളും എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അത് അക്കൗണ്ടബിലിറ്റി ഉള്ളതായിരിക്കും. അല്ലേ, ഫോർ ദ സേക്ക് ഓഫ് ക്ലാരിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി the revenue and capital portion of the budget are kept separate. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയും. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ആണ്. ടൈപ്സ് ഓഫ് ബഡ്ജറ്റിലെ ആദ്യം പറയുന്നത് റവന്യൂ ബഡ്ജറ്റ് ഓർ റവന്യൂ അക്കൗണ്ട്, കറന്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് ദ ഗവൺമെന്റ് വിച്ച് ആർ ഓഫ് റിക്കറിംഗ് ഇൻ നേച്ചർ. ഇപ്പോൾ റവന്യൂ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ ബഡ്ജറ്റിൽ ഇൻക്ലൂഡഡ് ആണ് റവന്യൂ റെസീപ്റ്റ്സ് ഓഫ് ദ ഗവൺമെന്റും എക്സ്പെൻഡിച്ചറും. ഓക്കെ, റവന്യൂ റെസീപ്റ്റ്സ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ദ എക്സ്പെൻഡിച്ചർ ഈസ് മെറ്റ് ഫ്രം ദിസ് റവന്യൂസ്. ഓക്കെ, ആ റവന്യൂ റെസീപ്റ്റ്സിലൂടെ നമ്മൾ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നു. അല്ലെ, ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യുന്നു. ഗവൺമെന്റ് പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യുന്ന പല രീതിയിലായിരിക്കാം. അൺഎംപ്ലോയ്മെന്റ് ഇറാഡിക്കേഷൻ ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കാം, ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഇറാഡിക്കേഷൻ ഓഫ് ഇല്ലിറ്ററസി ആയിരിക്കാം. അല്ലെ, ഇല്ലിറ്ററസിയുടെ കുറവ് അത് വരുത്താനായിരിക്കാം. എംപ്ലോയ്മെന്റ് ജനറേഷൻ ആയിരിക്കാം, ലിറ്ററസി റൈറ്റ് കൂട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ആയിരിക്കാം, മറ്റു പല രീതിയിലുള്ള സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ്സ് ആയിരിക്കാം. എന്താണെങ്കിലും അതിനൊരു എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പോൾ ഗവൺമെന്റ് റവന്യൂയിലൂടെ കണ്ടെത്തുന്നതായിരിക്കാം. അതിനെയാണ് റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. മറ്റേത് എക്സ്പെൻഡിച്ചർ ഇസ് മെറ്റ് ഫ്രം ദിസ് റവന്യൂ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്റ്റ്സ് ഫ്രം ടാക്സേഷൻ, ഓക്കെ, പ്രോഫിറ്റ് ഓഫ് എന്റർപ്രൈസസ് ആൻഡ് അതർ നോൺ ടാക്സ് റെസിപ്റ്റ്സ് ലൈക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ. അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂയെ കുറിച്ച് നമ്മൾ റവന്യൂയിലൊക്കെ പബ്ലിക് റവന്യൂ പോർഷൻസ് എടുത്തപ്പോഴൊക്കെ നമ്മൾ കണ്ടു. ടാക്സേഷനെ കുറിച്ച് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്. പ്രോഫിറ്റ്സ് ഓഫ് എന്റർപ്രൈസസിനെ കുറിച്ച് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലേ, അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂയിലാണ് ഈ പറഞ്ഞ ഫീസ്, ഫൈൻ, സ്പെഷ്യൽ അസസ്മെന്റ് ഒക്കെ വരുന്നത്. ഇനി ഗിഫ്റ്റ്സ്, ഗ്രാൻഡ്സ്, ഓക്കെ, ഗിഫ്റ്റ്സ്, ഗ്രാൻഡ്സ് എക്സെട്ര. അതുപോലെ തന്നെ പ്രോഫിറ്റ്സ് ഫ്രം ജനറൽ സർവീസസ്, അതിൽ പെട്ടെന്നാണ് പോലീസ്, ജയിൽ, പബ്ലിക് വർക്ക്. ഓക്കെ, റവന്യൂ ഫ്രം സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി സർവീസസ്, ഒന്ന് എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, ബ്രോഡ്കാസ്റ്റിംഗ്. റവന്യൂ ഫ്രം ഇക്കണോമിക് സർവീസസ്, അഗ്രികൾച്ചർ, അലൈഡ് സർവീസസ്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സിൽ പെടുന്നതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ഫൈനാൻസ്ഡ് ഔട്ട് ഓഫ് റവന്യൂ ബഡ്ജറ്റ്. അല്ലെ, ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പോൾ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഫൈനാൻസ്ഡ് ഔട്ട് ഓഫ് റവന്യൂ ബഡ്ജറ്റ്. നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറിൽ പെടുന്നതാണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. അല്ലെ, ബോറോ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഗവൺമെന്റ് പലപ്പോഴും ബോറോ ചെയ്തിട്ടുണ്ടായിരിക്കാം. പല രീതിയിലും ബോറോ, പബ്ലിക്കിന്റെ നിന്നും ബോറോ ചെയ്തിട്ടുണ്ടായിരിക്കാം, RBI നിന്നും ബോറോ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, അല്ലെ, ഡിഫൻസ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്, നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ആണ് എന്നൊക്കെ പറയുമ്പോഴും രാജ്യത്തിനകത്തുള്ള സെക്യൂരിറ്റി, സേഫ്റ്റി, അതൊക്കെ ഇൻവെസ്റ്റ്മെന്റിലും കൂടിയിട്ട് അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടായിരിക്കാം. യാതൊരു രീതിയിലും ഒരു സേഫ്റ്റി ഇല്ലാത്ത ഒരു രാഷ്ട്രമാണ്. ആർക്കും എപ്പോഴും കയറി വരാം, അറ്റാക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു കൺട്രിയാണ് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തരമായിട്ടും, അല്ലേ, നമ്മൾ ഇപ്പോൾ രാജ്യത്തിന്റെ അതിർത്തികളും സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന ഡിഫൻസ് എക്സ്പെൻഡിച്ചറിനെ നമ്മൾ പറഞ്ഞാലും ലോ ആൻഡ് ഓർഡറും ഒക്കെ കൂടി കൃത്യമായിട്ടുള്ളത് വരികയാണെങ്കിൽ മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റിനെ ഒരു, നമ്മൾ പറയല്ലോ, അതിനൊരു ഒരു ഉറപ്പ് ഉണ്ട്, സെർട്ടനിറ്റി ഉണ്ടാവുക എന്ന് പറയില്ലോ. സെർട്ടനിറ്റി ഇല്ലെങ്കിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യോ? ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് എനിക്ക് അതിൽ റിട്ടേൺസ് കിട്ടണം. അപ്പോൾ ഒരു സെർട്ടനിറ്റി അത്യാവശ്യമാണ്. അത് ഈ ലോ ആൻഡ് ഓർഡറും ഡിഫൻസ് എക്സ്പെൻഡിച്ചറും നേടിയെടുക്കാനായിട്ട് പറ്റും. ഇൻട്രസ്റ്റ് പേയ്മെന്റ്സോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്രെഡിറ്റ് വർത്തിനെസ് ഒക്കെ ഷോ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. മേജർ സബ്സിഡീസ്, അല്ലെ, സബ്സിഡീസ് പല രീതിയിലും കൊടുക്കാറുണ്ട്. അഗ്രികൾച്ചറിനോ അല്ലെങ്കിൽ മറ്റു പല ഇൻഡസ്ട്രീസിനോ അല്ലെങ്കിൽ സാധാരണക്കാർക്കോ ഒക്കെ നമ്മൾ കൊടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് വാങ്ങാനായിട്ട് മുഴുവനായിട്ട് കൊടുക്കില്ല, അല്ലേ. അപ്പോൾ ഒരു 50% സബ്സിഡിയോ അല്ലെങ്കിൽ 20% സബ്സിഡിയോ
10%, ചില സമയത്ത് 5% അല്ലെ ഒക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് അവർ ഒരു മോട്ടിവേറ്റ് ചെയ്യാണ്, അത് പെർട്ടിക്കുലർ സംഭവം വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ അഗ്രികൾച്ചറിനൊക്കെ ഉപയോഗിക്കുമ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം. അല്ലെ, നമ്മൾ ചില ഫാക്ടറീസിൽ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഫെർട്ടിലൈസേഴ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾസിനോ ഒക്കെ നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും സബ്സിഡീസ് ഒക്കെ കൊടുത്ത്, ഹൗസ് ഹോൾഡ്സിനൊക്കെ സബ്സിഡീസ് കൊടുത്ത് അങ്ങനെയുള്ള അതൊക്കെ വാങ്ങാനും അതിലൂടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും അല്ലെങ്കിൽ അതൊരു ഹെൽത്തിനെ റിലേറ്റ് ചെയ്തുള്ള കുറേ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ രീതിയിലൊക്കെ അതിന് നമ്മൾ സബ്സിഡീസിനെ കാണുന്നു. പെൻഷൻസ് അല്ലേ, പെൻഷൻസ് അറിയാം. പെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ പല രീതിയിൽ നമ്മൾ പെൻഷൻസ് ഉപകാരപ്പെടാറുണ്ട്. റൈറ്റ്, അതൊക്കെ നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ റവന്യൂ റെസീപ്റ്റ്സും അതുവഴി അല്ലെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. കൺസിസ്റ്റ് ഓഫ് റവന്യൂ റെസീപ്റ്റ്സ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഈസ് മെഡ് ഫ്രം ദിസ് റവന്യൂസ്. Capital budget or capital account. Another is a capital budget or capital account. It's related to acquisition and disposal of capital assets. Acquisition and disposal of capital assets. But capital budget is a statement of estimated capital receipts and payments of the government over fiscal year. Right? നേരത്തെ കണ്ട പോലെ തന്നെ ക്യാപിറ്റൽ റെസീപ്റ്റ്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോയിങ്സ്, okay, borrowings from RBI, borrowings from foreign governments, and borrowings from other financial institutions. Recovery of loans and advances, അതുവഴി ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഉണ്ടാവാം. ഡിസ്ഇൻവെസ്റ്റ്മെന്റ്സ്, സ്മോൾ സേവിങ്സ്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റൽ ഔട്ട്ലേയും നോൺ ഡെവലപ്മെന്റൽ ഔട്ട്ലേ ഉണ്ടാവാം. ലോൺസ് ആൻഡ് അഡ്വാൻസസിന്റെ ഡിസ്ചാർജ് ഓഫ് ഡെബ്റ്റ്സ്, ഇതെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. നേരത്തെ കണ്ട ക്യാപിറ്റൽ റെസീപ്റ്റ്സിലാണ് ഈ ബോറോയിങ്സ് ഒക്കെ പെടുന്നത്. അപ്പോൾ ഇനി ഇൻക്ലൂഡിങ് അല്ലെ, ഇറ്റ് ഇൻക്ലൂഡ്സ് എക്വിസിഷൻ ഓഫ് ഫിസിക്കൽ അസറ്റ്സ് ലൈക്ക് മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് എക്സെട്ര. ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ബഡ്ജറ്റ്. ബഡ്ജറ്റിന് ബാലൻസ്ഡ് ബഡ്ജറ്റ് ആൻഡ് അൺബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നു. ബേസ്ഡ് ഓൺ ദ ബാലൻസിങ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. അതനുസരിച്ച് ബഡ്ജറ്റിനെ ബാലൻസ്ഡ് ബഡ്ജറ്റ് ആൻഡ് അൺബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? റെസീപ്റ്റ്സ് ആർ ഈക്വൽ ടു ദ കറണ്ട് എക്സ്പെൻഡിച്ചർ. ഓക്കെ, റവന്യൂ റെസീപ്റ്റ്സ് ആർ ഈക്വൽ ടു ദ കറണ്ട് എക്സ്പെൻഡിച്ചർ. റവന്യൂ ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. So over a period of time, revenue does not fall short of expenditure. അത് ഈക്വൽ ആയിരിക്കാം. Does not fall short of the taxes on income and expenditure etc. are sufficient to meet payments for goods and services. Sufficient to meet payments for goods and services. ഇപ്പോൾ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സുകൾ, ഗവൺമെന്റ് ഇതുള്ള വരുന്ന ഇതൊക്കെ അത് കറക്റ്റായിട്ട് ആ പേയ്മെന്റ് നടത്താനായിട്ട് കറക്റ്റായിട്ട് വരാം. ബാലൻസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഐഡിയൽ ടൈപ്പ് ഓഫ് ബഡ്ജറ്റിംഗ് എന്ന് ജെയിം കെയ്ൻസ് പറഞ്ഞിട്ടുണ്ട്. ബാലൻസ് ബഡ്ജറ്റ് ഈസ് നോട്ട് എൻ ഐഡിയൽ ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ആർ ആർഗ്യൂഡ് ബൈ ഇക്കണോമിസ്റ്റ് ജെയിം കെയ്ൻസ്. അൺബാലൻസ്ഡ് ബഡ്ജറ്റ്, ഇവിടെ നമ്മൾ കാണുന്നത് രണ്ട് സിറ്റുവേഷൻസ് ആണ് അൺബാലൻസ്ഡ് ബഡ്ജറ്റിൽ പറയുന്നത്. excess of expenditure over income. So one situation. Another situation is an excess of income over expenditure. The second situation. ഈ രണ്ട് സിറ്റുവേഷനിലും അൺബാലൻസ്ഡ് ബഡ്ജറ്റിംഗ് ആണ്. അൺബാലൻസ്ഡ് ബഡ്ജറ്റിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് മേ ബി ഐദർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഓഫ് റവന്യൂ. അപ്പോൾ ബഡ്ജറ്റ് ഈസ് സെറ്റ് ടു ബി സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ പബ്ലിക് റവന്യൂ എക്സീഡ്സ് പബ്ലിക് ഔട്ട്ലേ. Public revenue exceeds public expenditure. Revenue is greater than expenditure. ഇനി revenue is lesser than expenditure ആണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് ഡെഫിസിറ്റ് അല്ലേ. ബഡ്ജറ്റ് ഈസ് സെറ്റ് ടു ബി ഡെഫിസിറ്റ് ആണ്. സർപ്ലസ് ബഡ്ജറ്റ് അല്ല ഇവിടെ പ്രസന്റ് ചെയ്തത്, ഡെഫിസിറ്റ് ബഡ്ജറ്റ് ആണ്. എക്സ്പെൻഡിച്ചർ എക്സീഡ്സ് റവന്യൂ ആണ്. സർപ്ലസ് ബഡ്ജറ്റ് ആണെങ്കിൽ റവന്യൂ എക്സീഡ്സ് ഔട്ട്ലേ ആണ്. പബ്ലിക് റവന്യൂ എക്സീഡ്സ് പബ്ലിക് ഔട്ട്ലേ. റവന്യൂ is greater than E. R is greater than E. R is less than E when expenditure exceeds revenue. Okay. Performance budgeting, so that's recommended by A.E. Buck. Forming budget in terms of services, activities and work projects rather than in terms of the things brought is called performance budget. The whole budgetary concept should be based on functions, activities, projects that are initiated by the government. അതിനെയാണ് നമ്മൾ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. whole budgetary concept that should be based on the activities, that should be based on the functions and that should be based on the projects are initiated by the government. All these things are initiated by the government. അതിലാണ് നമ്മൾ ബഡ്ജറ്ററി കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഫോം ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് സർവീസസ്, ഇൻ ടേംസ് ഓഫ് ആക്ടിവിറ്റീസ്, ഇൻ ടേംസ് ഓഫ് വർക്ക് പ്രോജക്ട്സ്.
rather than in terms of the things brought. Okay, അതിനെയാണ് നമ്മൾ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. പെർഫോമൻസ് ബഡ്ജറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പാസ്റ്റ്, on the prior accomplishment, or we say it's based upon the past. പെർഫോമൻസ് ബഡ്ജറ്റിംഗ് 1951 യു.എസ് ഗവൺമെന്റ് അതിൻ്റെ ഒരു ഫോർമുലേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ലേറ്ററിൽ അത് മറ്റു പല രാജ്യങ്ങളിലേക്കും അപ്രോച്ച് എടുക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ suggested the concept of performance budgeting in 1771 in all the government departments, while the government started the preparation of performance budgeting from the year 1968-69. ഇപ്പോൾ നമ്മൾ എല്ലാ മിനിസ്ട്രി ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാവ് ബീൻ പ്രിപ്പയറിംഗ് പെർഫോമൻസ് ബഡ്ജറ്റ് സിൻസ് 1975-76. ക്ലാസിഫിക്കേഷൻ ഓഫ് പെർഫോമൻസ് ബഡ്ജറ്റിൽ ഒബ്ജക്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നു. ഒബ്ജക്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ഹെഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ലൈക്ക് സോഷ്യൽ സർവീസസ്, എക്കണോമിക് സർവീസസ്, ജനറൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി സർവീസസ്. അപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അത് അറ്റൈൻ ചെയ്യാനോ അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാനൊക്കെ ആയിരിക്കാം. Major heads of the expenditure like social services, economic services, general services and community services. Program budget classification ഇവിടെ പറയുന്നു. Budget would frame a program structure to attain a particular object and specify spending to attain it. Particular object attain ചെയ്യാനായിട്ട് അല്ലേ, and specify spending to attain it. ഇവിടെ നമ്മൾ കാണുന്നത് പോവർട്ടി റിമൂവലിംഗ് ആണ്, പോവർട്ടി ഇറാഡിക്കേഷൻ ആണ്. അതാണ് ബഡ്ജറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ലിമിറ്റേഷൻസ് നമ്മളിവിടെ പറയുന്ന സിസ്റ്റം ഇൻവോൾവ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ ഇവാലുവേഷൻ ആണ്. ഇവിടെ നമുക്ക് ഇറ്റ് ഇഗ്നോർസ് കംപ്ലീറ്റ്ലി ദ ക്വാളിറ്റേറ്റീവ് ഇവാലുവേഷൻ. ഓക്കെ, സെക്കൻഡ്, can serve useful purpose only if there are well organized departments and organization. Useful purpose only if there are well organized departments and organization. അതാണ് ഐഡന്റിഫൈ ചെയ്യുക. ഡെഫിനറ്റ് ആക്ടിവിറ്റീസ്, പ്രോജക്ട്സും പ്രോഗ്രാംസ് ഒക്കെ. അപ്പോൾ പെർഫോമിംഗ് ഇതിലെ അല്ലേ ബഡ്ജറ്റിങ്ങിലൊക്കെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. രണ്ട് പെർഫോമൻസ് ബഡ്ജറ്റിൽ രണ്ട് രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ വലിയൊരു കാര്യമില്ല, ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ ഡിഫൻസിലെ എക്സ്റ്റേണൽ അഫയേഴ്സിലെ ഇതിലൊക്കെ വളരെ ലിമിറ്റഡ് സ്കോപ്പാണ് ഈ പെർഫോമൻസ് ബഡ്ജറ്റിലിംഗ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഹാവ് നോ യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അമേരിക്കയിൽ തന്നെയാണ്. 1962 പീറ്റർ ഫെയർ ക്രിയേറ്റഡ് എ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. ഇവിടെ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ 1983 ഇൻ ഇന്ത്യ. പ്രിൻസിപ്പിൾ ഓഫ് CPB ഈസ് accepted. 1986 India government adopted zero based budgeting as a technique for determining expenditure budget. Process or steps involved in CBB or zero based budget. Objective എന്ന് പറയുന്ന objective is clear, then efforts will be made to achieve that objective. Okay, objectivesനെ കുറിച്ച് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടാണ്. അപ്പോൾ if objective is clear, then efforts will be made to achieve that project. So the process or the first step to make an CBB is an objective. Second is decision for operation, whether it should be used for all operational areas or it should be applied in some areas only, should be decided beforehand. Okay. Whether it should be used for all operational areas or it should be applied in some areas only. Okay, should be decided beforehand. But decision of ഓപ്പറേഷനെ കുറിച്ചുള്ള ഡിസിഷൻസ് വളരെ മുമ്പ് തന്നെ എടുക്കും അല്ലേ. ഓൾ ഓപ്പറേഷണൽ ഏരിയയിലേക്ക് യൂസ് ചെയ്യുന്നുണ്ടോ ഓർ സം ഏരിയാസ് ഓൺലി, ഷുഡ് ബി ഡിസൈഡഡ് ബിഫോർ ഹാൻഡ്. ഡിസിഷൻ പാക്കേജിൽ വരുന്നത് മേ ബി എ ബ്യൂറോ. ഡിസിഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് മേ ബി എ ബ്യൂറോ, പ്രോഗ്രാം ഓർ എ കോസ്റ്റ് സെന്റർ. അപ്പോൾ ഈ എല്ലാത്തിലും അല്ലെ ഈച്ച് ആൻഡ് എവറി കേസ് ഡിസിഷൻ യൂണിറ്റ്സ് ഹാവ് ആൻ ഐഡന്റിഫിക്കേഷൻ മാനേജർ. അപ്പോൾ ഡിസിഷൻ യൂണിറ്റ്സ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഇംപ്ലിമെന്റിംഗ് ദ അലോക്കേറ്റഡ് ഫണ്ട്സ്. ഡിസിഷൻ യൂണിറ്റ്സിനാണ് ഈ അലോക്കേറ്റ് ചെയ്ത ഫണ്ട്സ് കൃത്യമായി വിഹിതം അല്ലെങ്കിൽ ചെലവഴിക്കപ്പെടേണ്ടത്. ഡിസിഷൻ യൂണിറ്റ്സ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഇംപ്ലിമെന്റിംഗ് ദ അലോക്കേറ്റഡ് ഫണ്ട്സ്. അപ്പോൾ ഡിസിഷൻ പാക്കേജ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ദാറ്റ് ഐഡന്റിഫൈ ആൻഡ് ഡിസ്ക്രൈബ്സ് ഈച്ച് ഡിസിഷൻ യൂണിറ്റ് so that management can evaluate it and rank it and decide whether to approve or disapprove it. Cost and benefit analysis. Cost and benefit analysis will help in fixing priority for various projects on the basis of their utility or ranking of decision packages.
ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് വരാറുള്ളത്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്? ഇത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ വരുന്ന 3 ആസ്പെക്ട്സിലാണ് അത് വരാറുള്ളത്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്, ഹൗ മച്ച് റിസോഴ്സസ് ആർ നെസസറി, ഹൗ മെനി മേജർ ഗോൾസ് ആർ ടു ബി അച്ചീവ്ഡ്. അപ്പോൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിലൂടെ നമ്മളത് ഡിസൈഡ് ചെയ്യപ്പെടുന്നു, നമ്മൾ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു. 3 ആസ്പെക്ട്സ് ആർ കൺസിഡർഡ് ബിഫോർ ടേക്കിംഗ് a cost benefit analysis, right? Selection and approval, selecting and approving decision package and finalizing the budget. Final step ആണ് zero based budgeting ഉള്ളത്. Selecting and approving decisions package and finalizing the budget. Advantages എന്ന് പറയുന്ന ആദ്യത്തെ അഡ്വാൻറ്റേജ് that is accuracy, another is efficiency. Accuracy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞു every department to make sure that they are getting the correct amount of money. Every department to make sure they are getting the correct amount of money. Efficiency എന്ന് പറയുമ്പോൾ this type of budgeting അല്ലേ, efficiency is a type of budgeting helps companies run better with cash flow, run better with cost reduction. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു ഇതിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ എഫിഷ്യൻസി എന്ന് പറയുന്നു. റിഡക്ഷൻ ഇൻ വേസ്റ്റ്ഫുൾ സ്പെൻഡിങ്, അത് നമ്മളെ ഒരുപാട് സഹായിക്കാറുണ്ട്. റിമൂവ് റിഡൻഡന്റ് സ്പെൻഡിങ് വിത്തിൻ ദ ഡിപ്പാർട്ട്മെന്റ്സ്. പിന്നെ കോർഡിനേഷൻ, കമ്മ്യൂണിക്കേഷൻ, better communication and work from within departments. ഇവിടെ തന്നെ പറയുന്നു മോട്ടിവേറ്റ് എംപ്ലോയി ഗ്രേറ്റർ ഡിസിഷൻസ് വിത്തിൻ എ ബഡ്ജറ്റ്. ടൈം കൺസ്യൂമിംഗ് ആണ് ഡിസഡ്വാൻറ്റേജിൽ ആദ്യം പറയുന്നത് ടൈം കൺസ്യൂമിങ് അല്ലേ, ഒരു വളരെ എനോർമസ് എമൗണ്ട് ഓഫ് ടൈം, എഫേർട്ട് ആൻഡ് അനാലിസിസ് ദാറ്റ് വുഡ് റിക്വയർ എക്സ്ട്രാ സ്റ്റാഫ്. അപ്പോൾ അതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് CBB എന്ന് പറയുന്നത്. Can take an enormous amount of time, an enormous amount of effort, an enormous amount of analysis that would require an extra staff. ഇവിടെ threat food by bureaucrats എന്ന് പറയുന്നു. Bureaucrats feel threat towards CBP process as it evaluates the effectiveness of their programs. Incorrect assumptions വരാം. CBP process can be fully useful only if the organization has the time and knowledge to make accurate assumptions. So CBP process എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ can be useful only if the organization has the time and knowledge to make accurate assumption. Managerial time, this means an extra time every year to do the project. Too much of paperwork is a major factor contributing to the failure of CBP. Too much of paperwork. അത് വലിയൊരു ഇതാണ് പേപ്പർ വർക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്ത് 1986 is a technique for determining expenditure. The multi-level decision making may badly affect the proper implementation of the system. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കിക്കഴിഞ്ഞത്. ഒന്ന് പ്രിൻസിപ്പിൾസ് പറഞ്ഞു, മറ്റൊന്ന് ടൈപ്സ് ഓഫ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു. ഓക്കെ.